ഹായ് അസ്സാം വലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലിയോടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും കൂടി ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ഷോർട്സ് ഒക്കെ ഉണ്ടോ അതും കൂടി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് ദോശ കേട്ടോ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കുന്നത്. അപ്പം അതിനുള്ള അരിയും മാവും ഞാൻ എങ്ങനെ സെറ്റാക്കണമെന്നൊന്ന് കാണിച്ചു തരട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. അപ്പം എന്താ പറയുക, ആദ്യം തന്നെ ഉലുവയും ഉഴുന്നും. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കണമെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്നെടുക്കും. എന്നിട്ട് ആ ഉഴുന്നിൽ 1 സ്പൂൺ ഉലുവ ഇട്ടുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കും. ഒരു 2-3 മണിക്കൂർ തണുത്തതിന് ശേഷം കേട്ടോ ഞാൻ അത് എടുക്കൽ. അരി പിന്നെ നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. എന്നിട്ട് ആ ഉലുവയും ഉഴുന്നും കൂടി ആദ്യം അത്യാവശ്യം എന്താ പറയുക കഴുകി വെച്ചിട്ടാണല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. കഴുകിൻ്റെ ശേഷം ആ വെള്ളത്തോട് കൂടി കേട്ടോ ഞാൻ അരച്ചെടുത്തിക്കണത്. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കും. ഇതിൻ്റെ ശേഷമാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അരി അരക്കൽ കേട്ടോ. അപ്പോൾ അത് നല്ലോണം അങ്ങോട്ട് വടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അരി അരക്കാൻ വേണ്ടിയിട്ട് അരി എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ അരി നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. കാരണം ഉഴുന്നും ഉലുവയും അത്രയ്ക്ക് അങ്ങോട്ട് അരച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ അരി നമുക്ക് നല്ലോണം അങ്ങോട്ട് പേസ്റ്റ് രൂപമായിട്ടുണ്ട് അരച്ചുകൊണ്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയും ചെയ്യാറ്. ഉഴുന്നും ഉലുവയും അങ്ങോട്ട് മാറ്റി വെക്കും. ഫ്രിഡ്ജില്ലെങ്കിലും മാറ്റി വെക്കും. എന്നിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ദോശ ഇവിടെ കിട്ടലിട്ടാ. ഇനിയിപ്പം എന്താ പറയുക, കുറച്ച് സമയം വെച്ചാലും ഇഡ്ലിക്കായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങാറുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും കിട്ടും. അപ്പോൾ അരി അതുപോലെ നമുക്ക് നല്ല സെറ്റായിട്ട് തന്നെ അരച്ചിട്ട് നമുക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഉഴുന്നും ഉലുവയും കൂടി അരച്ച് വെച്ചിട്ട് ആ മാവിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അരി അരക്കണത് ഇച്ചിരി കൂടുതലായി തോന്നിട്ടാ, മേലെ കൂടെ തീർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടിഷ്യൂ എടുത്തുകൊണ്ട് ഒന്നങ്ങോട്ട് അടച്ച് പിടിച്ചതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ചുറ്റുഭാഗം മൊത്തത്തിൽ നാറും. പിന്നെ അത് ഞാൻ തുടച്ച് നിൽക്കേണ്ടി വരും. പിന്നെ ഈ അരി അരക്കണ നൃത്തത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ഓർത്തുകൊണ്ട് നിൽക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല മൂടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാട്ടും പാടി നിൽക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കാട് കയറി ഒരുപാട് അങ്ങോട്ട് ആലോചിച്ച് നിൽക്കും കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ അരക്കൽ ഇവിടെ കഴിഞ്ഞിരിക്കും കേട്ടോ. എന്നിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ പാത്രത്തിലോണ്ടാണ് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ കൈ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കഴുകിയെടുക്കല്ലേ. നമ്മളെ കൈയിൻ്റെ ഒക്കെ വൃത്തി നമുക്കെല്ലാം അറിയുള്ളൂ അല്ലേ. കണ്ണൂർ എന്ത് വിചാരിച്ചാലും എന്താ പറയുക, നമ്മളെ കൈൻ്റെ വൃത്തി നമുക്കാണല്ലോ അല്ലേ. കണ്ണൂർ വിചാരിക്കും കൈയിട്ട് ഇളക്കണത് എന്താണെന്നിട്ട്. അങ്ങനെയല്ല കേട്ടോ. കൈയിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു പെർഫെക്റ്റ് കിട്ടുന്നതാണ് ഞാൻ ഇനി ഒരുപാട് വീഡിയോസിലും കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ എല്ലാം കൂടി ചേർത്തുങ്ങാണ്ട് പിന്നെ കൈയൊക്കെ നല്ലോണം കഴുകിയിട്ട് കൈ വെച്ചുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് നല്ല അങ്ങോട്ട് പാകാക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എങ്കിലും അങ്ങോട്ട് നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഒന്നാണ്ട് അടച്ചുങ്ങാണ്ട് നമുക്ക് ഒരു 3-4 മണിക്കൂർ അത്രേ കിട്ടുള്ളൂ അല്ലേ. കാരണം എന്താ വെച്ചാൽ നോമ്പ് തുറക്കുന്നതിന് മുന്നേ നമുക്ക് അതുകൊണ്ട് ചുട്ടെടുക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദോശ ചുട്ട് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഓരോ പണി അങ്ങോട്ട് കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആക്കാണല്ലോ അല്ലേ. അങ്ങനെ നമുക്ക് ഏകദേശം 2-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മുടെ മാവൊക്കെ അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇത് പുതിയ പാൻ വാങ്ങിയതാണ് കേട്ടോ. നോമ്പിന് മുന്നേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ വാങ്ങിയത്. എൻ്റെ ആദ്യത്തെ പഴയ പാൻ അത് ആകെ നാശമായിക്കുന്നത്. എന്നാൽ പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ, പുതിയത് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം ചെയ്തിട്ട് ഞാൻ ഇതിൽ ചപ്പാത്തിയും പത്തിരിയൊക്കെ ചുട്ടിക്കണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ദോശയൊക്കെ പറയുമ്പോൾ നല്ല സുഖമല്ലേ, ഇങ്ങനെ നല്ല വട്ടത്തിൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ദോശമാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അത്യാവശ്യം പതഞ്ഞ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പിട്ടുങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ബിസ്മി ചൊല്ലിങ്ങാണ്ട് നമ്മുടെ പുതിയ പാനിലുണ്ട് ഗുൽക്കാരണം കണ്ട് കഴിക്കട്ടെ. അപ്പോൾ തീയൊക്കെ ഉണ്ട് കത്തിച്ച് പാനൊക്കെ നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരിച്ചിരി നെയ്യൊക്കെ ഉണ്ട് തേച്ച് കൊടുക്കട്ടെ. നല്ല കുറച്ചൊക്കെ ചൂരുമണൊക്കെ ഉണ്ടായിക്കോട്ടെ. പിന്നെ അതെല്ലാം അത്യാവശ്യം മൊരിഞ്ഞ് കിട്ടും ചെയ്യും. പിന്നെ കൂടുതൽ അങ്ങോട്ട് മൊരിപ്പിച്ചെടുക്കൂല കേട്ടോ. കാരണം മൊരിഞ്ഞ ദോശയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പൂതിയുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോർമലായിട്ട് തന്നെ തിന്നില്ല. അപ്പോൾ ഇതിലേക്കുള്ള കറി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ മീൻ കറി ഉണ്ട്. അപ്പോൾ നോമ്പും കാര്യങ്ങളായതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ഫുഡും കാര്യങ്ങളൊന്നും പോകില്ലടോ. അപ്പോൾ ഇന്നലത്തെ മീൻ കറി ഉണ്ട്. പിന്നെ ഇന്ന് നമ്മൾ മുരിങ്ങാക്കായ് കറി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അതിക്ക് തട്ടുകൂട്ട് കറികളൊക്കെ ഉണ്ട് കേട്ടോ. വെണ്ടയ്ക്ക മുളക് ഇട്ടിക്കണേ. പിന്നെ ഒരു ഇച്ചിരി പിന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ വേണ്ടിച്ചതൊക്കെ എടുത്ത് നമുക്ക് കണ്ട് തിന്നാന്നോ. പിന്നെ ഒരു കഷ്ണം വത്തക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ദോശ ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വട്ടം ഇങ്ങനെ ആക്കി. എനിക്ക് ഈ ദോശ ഇടാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. മറ്റേ ദോശനെക്കാട്ടി ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വട്ടാക്കിയിട്ട് ചുടുമ്പോഴേ അതൊരു ടേസ്റ്റ് തന്നെയാണ്. തിന്നാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അത് ഒരുപാട് ഇഷ്ടമാണ്. ഇത് മസാല വെച്ചാൽ അതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട്. പിന്നെ നോമ്പും കാര്യങ്ങളായതുകൊണ്ട് കേട്ടോ ആ പരിപാടിക്ക് നിൽക്കാഞ്ഞത്. അപ്പോൾ അതായത് ഓരോന്നോരോന്ന് ചുടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഒരു ഇച്ചിരി കൂടി നെയ്യാണ്ട് പുരട്ടി കൊടുക്കട്ടെ. പിന്നെ ദോശ ഇടാൻ വേണ്ടിയിട്ടേ എൻ്റെ ബാക്കിൽ ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞതാണ് ഒരു 2-3 ദോശ ഞാനവിടെ ചുട്ട് ഏകദേശം കഴിയാൻ നേരത്ത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നോമ്പ് ഇരുന്നിട്ട് തിന്നാനുള്ള ഫുഡല്ലേ, അത് നാശാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, മാഷാഅല്ലാ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ദോശ കിട്ടിക്കണ്ട. ഇനിയിപ്പോൾ ബാക്കി ദോശ ചുടാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉള്ള ആൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂടി